പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതമാണ്. ഫ്രം ദ ഫോളോയിങ് ചൂസ് ദ കറക്റ്റ് ഫിഗർ. ഇവിടെ താഴെ കുറച്ച് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഫിഗർ ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ, ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ്. ദ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ സെയിം പാത്ത് ടു ദ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് ടുവേർഡ്സ് ദ പോൾ ഓഫ് എ കോൺകേവ് മിറർ at an angle reflects parallel to the principal axis. Third one, a ray of light passing through the center of curvature after reflection pass through the same path. The magnification of the image formed by a convex mirror is always less than 1. അപ്പോൾ നമ്മുടെ മിററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. The ray of light falling to the principal focus ഓഫ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിലാണ് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെയാണ് ലൈറ്റ് ഫോളിങ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ സെയിം പാത്ത്. റിഫ്ലക്ഷന് ശേഷം ആ സെയിം പാത്തിലൂടെ തന്നെയായിരിക്കും അത് പാസ് ചെയ്യുന്നുണ്ടാവുക. റിഫ്ലക്ഷൻ പാസ് ചെയ്യുന്നത് സെയിം പാത്തിൽ കൂടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ, ദ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ടുവേർഡ്സ് ദ പോൾ ഓഫ് കോൺകേവ് മിറർ അറ്റ് ആംഗിൾ റിഫ്ലക്സ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ ടു ദ പോൾ ഓഫ് കോൺകേവ് മിററിലാണെങ്കിൽ. അടുത്തത്, റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ സെയിം പാത്തിലാണെന്നാണ് പറയുന്നത്. നാലാമത്തെ, ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. കോൺവെക്സ് മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി 3ഉം 4ഉം കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് പറയുന്നത്. 3ഉം 4ഉം. എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ സെയിം പാത്ത്. നാലാമത്തെ ഏതാണ്? ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ബിക്കം മാഗ്നറ്റ്. താഴെ പറയുന്നതിൽ എ ബിയും സി ഡിയും ഒരു മാഗ്നറ്റ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ റെസിസ്റ്റിവിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബി. എ ബിയുടെ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ ബേസിസിൽ? ഓൺ ദ ബേസിസ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി. റെസിസ്റ്റിവിറ്റിയുടെയും സസെപ്റ്റിബിലിറ്റിയുടെയും ഇതിൽ എ ബിയുടെയും സി ഡിയുടെയും ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. എ ബി എന്ന് പറയുന്നത് അയണൈഡ്, അതായത് ഇരുമ്പാണ് അല്ലേ. ഇതിനെന്തുണ്ട്? ഉയർന്ന സസെപ്റ്റബിലിറ്റി, ഹൈ സസെപ്റ്റബിലിറ്റി, അതായത് ഉയർന്ന കാന്തിക സ്വീകാര്യതയും പിന്നെ എന്താണ് റിട്ടൻറ്റിവിറ്റി കുറവുമായിരിക്കും. ഇതിന് സസെപ്റ്റബിലിറ്റി കൂടുതലും മറ്റേ റിട്ടൻറ്റിവിറ്റി എന്തായിരിക്കും? റിട്ടൻറ്റിവിറ്റി കുറവുമായിരിക്കും എ ബിക്ക്. എന്നാൽ സി ഡി സ്റ്റീലാണ്. സി ഡി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീൽ നെയിലാണ് അല്ലേ. സ്റ്റീൽ നെയിലാണ്. ഇതിനെന്താണ്? സസെപ്റ്റബിലിറ്റി കുറവും നേരെ ഓപ്പോസിറ്റ് കുറവും എന്താണ് റിട്ടൻറ്റിവിറ്റി കൂടുതലുമായിരിക്കും. റിട്ടൻറ്റിവിറ്റി കൂടുതലുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഉത്തരം എഴുതേണ്ടത് എ ബി ഈസ് അയൺ. എ ബി എന്ന് പറയുന്നത് അയൺ ആണ്. ഇറ്റ് സസെപ്റ്റബിലിറ്റി ഈസ് ഹൈ. ഇതിന് സസെപ്റ്റബിലിറ്റി ഹൈ ആണ്, റിട്ടൻറ്റിവിറ്റി ലോ ആണ്. സി ഡി എന്ന് പറയുന്ന സ്റ്റീലാണ്. അതിന് സസെപ്റ്റബിലിറ്റി ലോ ആണ്, റിട്ടൻറ്റിവിറ്റി ഹൈ ആണ്. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ റിട്ടൻറ്റിവിറ്റി എന്താണ്, സസെപ്റ്റബിലിറ്റി എന്താണെന്ന് നന്നായി പഠിച്ചു വച്ചിരിക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ്. പ്രഷറിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നാലാമത്തേന് ഉത്തരം എന്താണ് നമുക്ക് എഴുതാം. മൂന്നാമത്തെ ഉത്തരം നമുക്ക് ഏതൊക്കെയാണ്? ലെങ്ത്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ,
ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഇത് മൂന്നാണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് പ്രഷർ എന്നാണ് ചോദിച്ചിരുന്നത്. ഏതാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് പ്രൊട്ടക്ട് ബിൽഡിങ്സ് ഫ്രം ലൈറ്റനിങ്. ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ബിൽഡിങ്സിനെ ലൈറ്റനിങ്ങിൽ നിന്ന്, ഇടിമിന്നലിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നെയിം ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ലൈറ്റനിങ് കണ്ടക്ടർ. ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി എർത്ത് പ്രോപ്പർലി. വൈ? ഇത് പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ? ഇറ്റ് ഷുഡ് ബി എർത്തഡ് പ്രോപ്പർലി. വൈ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? എ ഗുഡ് കണ്ടക്ടർ ഹാവിങ് എ നമ്പർ ഓഫ് പോയിൻറ്റഡ് ടിപ്സ്. അതായത് ഒരു ഗുഡ് കണ്ടക്ടറിന് എന്തൊക്കെ ഉണ്ടാവും? നമ്പർ ഓഫ് പോയിൻറ്റഡ് ടിപ്സ് അല്ലേ? ഒരു കൂർത്ത അഗ്രങ്ങളുള്ള നല്ലൊരു ചാലകമായിരിക്കും. എ കോപ്പർ പ്ലേറ്റ് ഫോർ എർത്തിങ്. എർത്തിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് കോപ്പർ പ്ലേറ്റ് അല്ലേ? എ ഗുഡ് കണ്ടക്ടർ ഹാവിങ് നമ്പർ ഓഫ് പോയിൻറ്റഡ് ടിപ്സ്, എ കോപ്പർ പ്ലേറ്റ് ഫോർ എർത്തിങ്. ഇനി രണ്ടാമത്തെ നമ്മൾ ചോദിച്ചിരുന്നു, ദ ചാർജ് ഓഫ് ദ cloud cannot be get earthed and that current will pass through the building. It causes damage to the building. എന്താണ്? നമ്മുടെ മേഘത്തിലെ ചാർജ് ഭൂമിയിലേക്ക് കടത്തി വിടാൻ the charge of the cloud cannot be get earthed and that current will pass through the building. എന്താണ്? മേഘത്തിലെ ചാർജ് ഭൂമിയിലേക്ക് കടത്തി വിടാൻ സാധിക്കാതെ വരികയും ആ കറണ്ട് എന്ത് ചെയ്യുന്നു? കെട്ടിടത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കെട്ടിടത്തിന് എന്തുണ്ടാക്കും? നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. The charge of the cloud cannot be get earthed and that current will pass through the building. മേഘത്തിലെ ചാർജ് ഭൂമിയിലേക്ക് കടത്തിവിടാൻ സാധിക്കാതെ വരികയും ആ കറണ്ട് കെട്ടിടത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ അത് കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതാണ് പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എർത്തഡ് പ്രോപ്പർലി. വൈ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്യണം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻ എഗ് ഈസ് ഡിപ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലിക്വിഡ്സ്. എന്താണ്? ഒരു മുട്ട എടുത്ത് എഗ് എടുത്തിട്ട് ഡിഫറെൻറ്റ് ലിക്വിഡ്സിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്ക് ഇൻ ഇറ്റ് ഇഫ് എനി. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. അതിൻ്റെ റീസൺ എന്താണെന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് കെറോസിനിലാണ് മുട്ട ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ഇതിലാണ് വാട്ടറിലാണ് എഗ് ഇട്ടിരിക്കുന്നത്. മൂന്നാമത്തേത് സോൾട്ട് സൊല്യൂഷനിലാണ്. അപ്പോൾ ചിത്രം എയിൽ നോക്ക്. എന്താണ്? നമ്മുടെ കെറോസിന് എന്താണ്? ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത കുറവാണ്. അതിനാൽ എന്ത് ചെയ്യും? ആ മണ്ണെണ്ണ ഇത് ചെയ്യുന്നതിൻ്റെ ഇത് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഈ മുട്ട താഴേക്ക് അടിത്തട്ടിലേക്ക് താഴ്ന്നു പോവുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. കെറോസിൻ ഹാസ് ലെസ് ഡെൻസിറ്റി. കെറോസിൻ എന്താണ്? ലെസ് ഡെൻസിറ്റിയാണ്. സോ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ കെറോസിൻ ഈസ് ലെസ് ആൻഡ് ദ എഗ് വിൽ സിങ്ക് ടു ദ ബോട്ടം ഓഫ് ദ ലിക്വിഡ്. എന്ത് ചെയ്യും? ഒന്നാമത്തെ പിക്ചറിൽ മണ്ണെണ്ണയ്ക്ക് എന്താണ്? ലെസ് ഡെൻസിറ്റി ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? മണ്ണെണ്ണ എന്താണ്? എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, മണ്ണെണ്ണ ചെലുത്തുന്ന പ്രഷർ, മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എഗ് വിൽ സിങ്ക് ദ ബോട്ടം ഓഫ് ദ ലിക്വിഡ്. എഗ് എന്ത് ചെയ്യും? മുട്ട ആ ലിക്വിഡിൻ്റെ അടിത്തട്ടിലേക്ക്, ബോട്ടത്തിലേക്ക് താഴ്ന്നു പോകും. ഇനി സി, ഫിഗർ സി നമുക്ക് നോക്കാം. സോൾട്ട് സൊല്യൂഷൻ ഈസ് ഡെൻസർ ദാൻ വാട്ടർ. സോൾട്ട് സൊല്യൂഷന് എന്താണ്? ഉപ്പുവെള്ളത്തിന് നമ്മുടെ പ്യൂർ വാട്ടറിനേക്കാൾ, ശുദ്ധജലത്തേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ? സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ സോ ഇറ്റ് എക്സേർട്ട് മോർ പ്രഷർ ആൻഡ് ഇറ്റ് എഗ് വിൽ ഫ്ലോട്ട് ഓൺ ദ സർഫസ്. അപ്പോൾ എന്ത് ചെയ്യും? അതിനാൽ ഇവിടെ എന്താണ്? കൂടുതൽ പ്രഷർ ഉണ്ടാക്കുകയും എഗ്ഗ് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് പൊങ്ങിക്കിടക്കുകയും ചെയ്യും. മുട്ട മുകളിൽ പൊങ്ങിക്കിടക്കുകയും സർഫസിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെയാണ്? എയും സിയും അല്ലേ? എയും സിയും മിസ്റ്റേക്ക് ഉള്ളത് എയും സിയും ആണ്. ഇത് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് വേണ്ടത്, ഇത് താഴ്ന്നു വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് റീറൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി അല്ലേ? എന്താണ്? കെറോസിന് ഡെൻസിറ്റി കുറവാണ്,
അപ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, എഗ്ഗ് താഴെ വെള്ളത്തിലേക്ക് സിങ്ക് ചെയ്ത് പോകും. മറ്റേത് എന്താണ് സംഭവിക്കുന്നത്, പ്യുവർ വാട്ടറിനേക്കാൾ നമ്മുടെ ഉപ്പ് വെള്ളത്തിന് പ്യുവർ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അതിനാൽ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുകയും മുട്ട ഇവിടെ മുകളിൽ പൊങ്ങിക്കെടുക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് എ കാർ ഈസ് 45 km/h. കൺവേർട്ട് ഇറ്റ് ഇൻ ടു മീറ്റർ/സെക്കൻഡ്. മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ ആൻസർ അപ്പോൾ എന്താണ്, ആൻസർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് 45 × 5/80 m/s. 45 × 5/45 ആണ് കേട്ടോ. 45 × 5/18 m/s ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12.5 m/s എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ഒരു കാറിൻ്റെ സ്പീഡ് ഓഫ് കാർ എന്ന് പറയുന്നത് 45 km/h ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഇൻറ്റു 5/18 ചെയ്താൽ മതി കേട്ടോ. ബി ക്വസ്റ്റ്യൻ, ബിയറിംഗ് ആർ യൂസ്ഡ് ഇൻ മെഷീൻസ്. വാട്ട് ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ബിയറിംഗ് ആർ യൂസ്ഡ് ഇൻ മെഷീൻ. ബിയറിംഗ് എന്തിൽ യൂസ് ചെയ്യുന്നു, മെഷീൻസിൽ യൂസ് ചെയ്യുന്നു. വാട്ട് ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. റോളിംഗ് ഫ്രിക്ഷൻ ആണ്. എന്താണ്, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ അതായത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബിയറിങ്സ് ആർ യൂസ്ഡ് ഇൻ മെഷീൻസ്. ഇപ്പോൾ ബിയറിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 6th ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 cm away from concave mirror of focal length 15 cm. Where will be the image formed and what are its characteristics? Draw the diagram. അതായത് കോൺകേവ് മിററിൽ നിന്ന് an object is placed 30 cm away from concave mirror of focal length 50 cm. ഫോക്കൽ ലെങ്ത് 15 cm ആയിട്ടുള്ളൊരു കോൺകേവ് മിററിൽ നിന്ന് 30 cm അകലെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വേർ വിൽ ബി ദ ഇമേജ് ഫോംഡ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഡയഗ്രാം വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, Z/C. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സിയിലായിരിക്കും. ഇമേജ് എവിടെയാണ്, ഇമേജ് Z/C. ഇമേജും എവിടെയായിരിക്കും, സി. അപ്പോൾ വസ്തു സിയിലായതുകൊണ്ട് തന്നെ എന്താണ്, ഇമേജും എവിടെ തന്നെയാണ്, സിയിലാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും, ആ ഇമേജ് അങ്ങനെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകത ഇൻവേർട്ടഡ്, തലകീഴായതായിരിക്കും. സെയിം വലിപ്പം തന്നെയുള്ളതായിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥ ഇമേജ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ, എ മാഗ്നറ്റ് വിച്ച് ഇസ് ഡിപ്ഡ് ഇൻ അയൺ ഫില്ലിംഗ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു മാഗ്നറ്റിൽ എന്താണ്, കുറച്ച് അയൺ ഫില്ലിങ് ഡിപ്പ് ചെയ്തിരിക്കുന്നു. അയൺ ഫില്ലിംഗ് ഡു നോട്ട് സ്റ്റിക്ക് ഓൺ ദ മാഗ്നറ്റ് യൂണിഫോംലി. വൈ? അയൺ ഫില്ലിങ് സ്റ്റിക്കിൽ മാഗ്നറ്റിൽ ഒരേപോലെ അല്ല എന്ത് വന്നിരിക്കുന്നത്, അയൺ ഫില്ലിങ് വന്നിരിക്കുന്നത്. വൈ, എന്തുകൊണ്ട് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ഉത്തരം എന്തായിരിക്കും, നമുക്കറിയാം. മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് മോർ അറ്റ് ദ പോൾസ്. അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതൽ എവിടെയായിരിക്കും, 2 എൻഡിലായിരിക്കും. ഒരു മാഗ്നറ്റിൻ്റെ എൻഡിൽ പോർഷൻസിലായിരിക്കും എന്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതൽ. സോ മോർ അയൺ ഫില്ലിംഗ് സ്റ്റിക്ക് അറ്റ് ദ പോൾസ്. അതുകൊണ്ടായിരിക്കും ഈ 2 എൻഡിൽ എന്ത് ചെയ്യുന്നത്, പോൾസിൽ ഫില്ലിങ് കൂടുതൽ അയൺ ഫില്ലിങ് പോൾസിലായിരിക്കും ഉണ്ടാവുക. അവിടെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ടാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഫ്ലക്സ് ഡെൻസിറ്റി. എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വേർ ഇസ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എവിടെയായിരിക്കും. അപ്പോൾ എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എവിടെയായിരിക്കും എന്നാണ്.
അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പാസിംഗ് നോർമൽ ത്രൂ എ യൂണിറ്റ് ഏരിയ ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി. എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു യൂണിറ്റ് എന്താണ് പരപ്പളവിലൂടെ ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലക്സ് ഡെൻസിറ്റി. ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പാസിംഗ് എ നോർമൽ ത്രൂ എ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ എന്താണ് നോർമലായിട്ട് കടന്നു പോകുന്നത്, അതായത് ലംബമായിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലക്സ് ഡെൻസിറ്റി. ഈ ഫ്ലക്സ് ഡെൻസിറ്റി മാക്സിമം ഉണ്ടാവുക എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. ഫ്ലക്സ് ഡെൻസിറ്റി മാക്സിമം ഉണ്ടാവുക പോൾസിൽ ആയിരിക്കും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ? എന്താണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. റൈറ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ടെക്നോളജി. ഈ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് ആദ്യം നോക്കാം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഈസ് ദ ഫിനോമിനൻ വെയർ ആൻ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ടു ഫ്ലോട്ട് ഇൻ ദ എയർ യൂസിങ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. എന്താണ്? നമ്മുടെ മാഗ്നറ്റിൻ്റെ അട്രാക്ഷനും റിപ്പൾഷനും ഉപയോഗിച്ച് ഒരു വസ്തുവിനെ എയറിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന സംഭവമാണ്. ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോട്ട് ചെയ്ത് നിർത്തുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ലെവിറ്റേഷൻ. അപ്പം മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ എയറിൽ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൾഷനോ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ എയറിൽ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു മാഗ്ലെറ്റ് ട്രെയിനുകളാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ റെഡ്യൂസസ് ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ? ഘർഷണം കുറയ്ക്കുന്ന, റെഡ്യൂസസ് ഫ്രിക്ഷൻ. ഇൻക്രീസ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻക്രീസ് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റും. ലെസർ എനർജി ലോസ്, ഊർജ്ജ നഷ്ടം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ റെഡ്യൂസ് സൗണ്ട് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇത് അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ്റെ ബെനിഫിറ്റ്സ് ആണ്. പിന്നെ എന്താണ് എക്സാമ്പിൾ? മാഗ്ലെറ്റ് ട്രെയിൻസ് ആണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്താണ്? ഇത് മൂന്നും നന്നായി പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ. എന്താണ് കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. പ്ലേസ് എ കോൺകേവ് മിറർ ഫേസിങ് ടുവേർഡ്സ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. എന്താണ് ഒരു കോൺകേവ് മിറർ അകലെയുള്ളൊരു വസ്തുവിന് അഭിമുഖമായിട്ട് വയ്ക്കുക, ഒബ്ജക്റ്റ് വയ്ക്കുക. അകലെയുള്ളൊരു വസ്തുവിന് അഭിമുഖമായിട്ട് ഒരു കോൺകേവ് മിറർ വയ്ക്കുക. പ്ലേസ് ആൻഡ് അഡ്ജസ്റ്റ് എ സ്ക്രീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. എന്നിട്ട് മിററിന് മുമ്പിലായിട്ട് ഒരു സ്ക്രീന് പ്ലേസ് ചെയ്യുക, സ്ക്രീൻ വയ്ക്കുക. എ സ്മോൾ ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ഇസ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ വിച്ച് ഇസ് അറ്റ് ദ ഫോക്കസ് ഓഫ് ദ മിറർ. അപ്പോൾ എന്താണ് തലകീഴായതും അല്ലേ, ചെറുതും ഇൻവേർട്ടേഴ്സ് തലകീഴായതും അതുപോലെ റിയൽ യഥാർത്ഥവുമായ ഒരു ഇമേജ് എന്ത് ചെയ്യും? സ്ക്രീനിൽ രൂപപ്പെടും. മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ സ്ക്രീൻ. അപ്പോൾ എന്താണ് മിററും സ്ക്രീനും തമ്മിലുള്ള ദൂരം അളക്കുക. ഇറ്റ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. അതായിരിക്കും എന്തെന്ന് പറയുന്നത് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോൺകേവ് മിറർ ദൂരെയുള്ള ഒരു വസ്തുവിന് ടുവേർഡ്സ് ആയിട്ട് അല്ലേ, അഭിമുഖമായിട്ട് ഫേസിങ് ടുവേർഡ്സ് അഭിമുഖമായിട്ട് വയ്ക്കുക. എന്നിട്ട് ആ മിററിന് മുന്നിലായിട്ട് ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്യുക. അത് സ്മോൾ ആയതും ഇൻവേർട്ടറും പിന്നെ എന്താണ് റിയലും ആയിട്ടുള്ള ഒരു ഇമേജ് അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഉണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും. ഇത് മിററിൻ്റെ ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മിററും സ്ക്രീനും തമ്മിലുള്ള ദൂരം അളക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് സ്ഫിയർ ഓഫ് ഡയമീറ്റർ 40 cm. ഡയമീറ്റർ 40 cm ആണ്, അതായത് വ്യാസം എന്ന് പറയുന്നത് ഡയമീറ്റർ 40 cm ആണ്.
ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഡയമീറ്റർ 40 ആണെങ്കിൽ റേഡിയസ് 40/2 അല്ലേ. ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 40/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ? അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കാണാൻ r/2 ചെയ്താൽ മതി. ഫോക്കൽ ലെങ്ത് കാണാൻ r/2 ചെയ്താൽ മതി. അതായത് 20/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടും. എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളതിൻ്റെ, സ്ഫിയറിൻ്റെ ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ബിയിലെ കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജസ് ഫോംഡ് ബൈ ദ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവിലും കോൺവെക്സ് മിററിലും ഫോം ചെയ്യുന്ന ഇമേജുകളുടെ കമ്പയർ ചെയ്യാനാണ്, പ്രതിബിംബത്തെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് മിററിൻ്റെ ഓൾവേസ് ഫോംസ് ഇറക്റ്റ്, എപ്പോഴും എന്തായിരിക്കും, ഇറക്റ്റ് ആയിട്ടുള്ള, നിവർന്ന് നിൽക്കുന്ന ഇമേജസ് ആയിരിക്കും. സ്മോൾസ് ആൻഡ് വിർച്വൽ ഇമേജസ്, അതുപോലെ ചെറുതും സ്മോളും വിർച്വലുമായിട്ടുള്ള ഇമേജസ് ആണ് ഉണ്ടാക്കുക. കോൺകേവ് മിററും ഇഫ് ഒബ്ജക്റ്റ് ഈസ് വിത്തിൻ ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ഇറക്റ്റ് ബിഗ് ആൻഡ് വിർച്വൽ ഇമേജസ് ഫോംഡ് ആൻഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് എഫ് ദ ഇമേജ് വിൽ ബി ഇൻവേർട്ടർ, റിയൽ ആൻഡ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. എന്നാൽ കോൺകേവ് മിററിൽ വസ്തു ഫോക്കസ് ദൂരത്തിനുള്ളിലാണെങ്കിൽ, വിത്തിൻ ദ ഫോക്കൽ ലെങ്ത്, ഇഫ് ഒബ്ജക്റ്റ് ഈസ് വിത്തിൻ ദ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്ത്തിനുള്ളിലാണെങ്കിൽ അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും, ഇറക്റ്റ് നിവർന്നതും, ബിഗ് വലിയ ഇമേജും, ആൻഡ് വിർച്വൽ ഇമേജുമായിരിക്കും ഉണ്ടാവുക. ഇസ് ഫോംഡ് ആൻഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് ദ എഫ്, ഇനി വസ്തു എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താണ്, ഫോക്കസിന് അപ്പുറമാണെങ്കിൽ, ബിയോണ്ട് ദ ഫോക്കസിന് അപ്പുറമാണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് വിൽ ബി ഇൻവേർട്ടഡ്, ഇമേജ് ഇൻവേർട്ടഡ്, തലകീഴായതായിരിക്കും, റിയൽ ആയിരിക്കും, ഓഫ് ഡിഫറെൻറ്റ് സൈസ് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് സൈസിലുള്ളതും ആയിരിക്കും. അതാണ് കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കോൺവെക്സ് മിററും കോൺകേവ് മിററും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുക. റൈറ്റ് എനി 2 യൂസസ് ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ. കോൺവെക്സ് മിററിൻ്റെയും കോൺകേവ് മിററിൻ്റെയും എന്തെങ്കിലും 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഇൻ ടോർച്ച് ആസ് റിഫ്ലക്ടർ ആൻഡ് ഇൻ മേക്കപ്പ് മിറർ. ടോർച്ചുകളിൽ റിഫ്ലക്ടറായിട്ടും മേക്കപ്പ് മിററായിട്ടും ഉപയോഗിക്കുന്നു അല്ലേ. ടോർച്ചുകളിൽ റിഫ്ലക്ടറായിട്ടും പിന്നെ മേക്കപ്പ് മിററായിട്ടും ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. എന്നാൽ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ റിയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ് ആൻഡ് റിഫ്ലക്ടർ ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്. എന്താണ്, വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ടും സ്ട്രീറ്റ് ലൈറ്റുകളിലെ റിഫ്ലക്ടറായിട്ടും ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. 9th question. An iron toy car placed on a wooden table can be moved by moving a magnet under the table. Why? അതായത് നമ്മുടെ വുഡൻ കൊണ്ടുള്ള, മരം കൊണ്ടുള്ള ഒരു മേശപ്പുറത്ത് ഒരു ടേബിളിൽ ഒരു അയണം കൊണ്ടുള്ള ഒരു ടോയ് കാറിനെ മേശയുടെ അടിയിൽ ഒരു മാഗ്നറ്റ് നീക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും? 9ാമത്തെ ഉത്തരം മാഗ്നറ്റിക് ഫ്ലക്സ് ഡസ് നോട്ട് സ്പ്രെഡ് ഇൻ ടു ദ വുഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ലോ പെർമിബിലിറ്റി. എന്താണ്, നമ്മളുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നില്ല, ഈ മരത്തിലേക്ക് വുഡനിലേക്ക് വ്യാപിക്കുന്നില്ല. കാരണം അതിന് എന്താണ്, പെർമിബിലിറ്റി കുറവാണുള്ളത്. അതിനാൽ തടിമിഷിക്ക് താഴെ എന്താണ്, കാന്തം ചലിപ്പിച്ച മുകളിലുള്ള ഇരുമ്പ് കളിപ്പാട്ടുകാർ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡസ് നോട്ട് സ്പ്രെഡ് ഇൻ ടു ദ വുഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ലോ പെർമിബിലിറ്റി. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ. ഇഫ് ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് അയൺ ക്യാൻ ദ കാർ ബി മൂവ്ഡ് ബൈ. ഇനി ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അയണും കൊണ്ടാണെങ്കിൽ ഈ കാർ മൂവ് ചെയ്യിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അയൺ ഹാസ് ഹൈ പെർമിബിലിറ്റി, അയണിന് ഹൈ പെർമിബിലിറ്റി ആണുള്ളത്. സോ ഫ്ലക്സ് ലൈൻ സ്പ്രെഡ് ഇൻ ടു ദ അയൺ ടേബിൾ ആൻഡ് ഇറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. എന്താണ്, അയണിന് ഹൈ പെർമിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ അയൺ ടേബിളിൽ എന്ത് ചെയ്യും, ഫ്ലക്സ് ലൈൻസ് സ്പ്രെഡ് ചെയ്യും, അത് മാഗ്നറ്റൈസ് അയക്കപ്പെടുകയും ചെയ്യും. ദെൻ ദ ടോയ് കാർ ഈസ് ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ടേബിൾ. അങ്ങനെ അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ടോയ് കാർ എന്ത് ചെയ്യും, നമ്മുടെ ടേബിളിലേക്ക് അട്രാക്റ്റ് ചെയ്യും.
സോ ദ കാർ കനോട്ട് മൂവ്. അതുകൊണ്ട് ആ കാറിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെർമിയബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു പാസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ത്രൂ ഇറ്റ്. എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിലൂടെ എന്താണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ, മാഗ്നറ്റിക് കാന്തിക ബലരേഖകളെ കടത്തിവിടാനുള്ള ആ സബ്സ്റ്റൻസിൻ്റെ കഴിവിനെ, എബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.